നമസ്കാരം സുഹൃത്തുക്കളെ, ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണേ. ഇപ്പൊ ഇംഗ്ലീഷ് 2022 നടന്ന പരീക്ഷകളുടെ ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മൾ 10th മെയിൻസിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു വരുവാണ്. എല്ലാ വശത്തെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും 2022 ചെയ്യാന്ന് വിചാരിച്ചു. ഇതേ ഇക്കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച 2022 ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എത്ര അറിയാത്ത ആളാണെങ്കിൽ കൂടി ഈ ക്ലാസ് റിപ്പീറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ, അതായത് ഇതിനകത്ത് എല്ലാ സെഷൻസും കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടും. അതായത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ഇത് ഇങ്ങനെ അപ്രോച്ച് ചെയ്താൽ ആൻസർ കിട്ടും എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പം ഞാൻ യൂസ് ചെയ്ത ടിപ്സ് ആൻഡ് ട്രിക്സ് വഴിയാണ് ഈ ക്ലാസ് പോകുന്നത്. പറഞ്ഞ് നീട്ടുന്നില്ല, ക്ലാസ്സിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവാം. തുടങ്ങാം. ഡിഗ്രി പ്രിലിംസ് ഫേസ് 1 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ചോദ്യം, റിസപ്ഷനിസ്റ്റ്, ദ ഇന്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ. പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂമേ today itself. Identify the parts of speech of the underlined words respectively. ഇവിടെ റെസ്യൂം രണ്ടിടത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ദ ഇന്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ, രണ്ടാമത് പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂമേ ടുഡേ ഇറ്റ് സെൽഫ്. രണ്ടിടത്ത് ഇവിടെ റെസ്യൂമേ യൂസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഏത് രീതിയിലാണ് യൂസ് ചെയ്തേക്കുന്നത്? നൺ ഓഫ് ദീസ് ആണ് ഉത്തരം. ഇവിടെ ഉത്തരം ഇല്ല. കാരണം ആദ്യത്തെ വാചകത്തിൽ ആദ്യത്തെ സെന്റൻസ് ദ ഇന്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ എന്ന് പറഞ്ഞേക്കുന്നതിൽ റെസ്യൂം ക്രിയ അല്ലെങ്കിൽ വേർബ് ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ആദ്യം വേർബ് എന്നുള്ളൊരു ഓപ്ഷനിൽ ഇല്ലല്ലോ, അതുകൊണ്ട് നൺ ഓഫ് ദീസ് ആണ് ഉത്തരം. രണ്ടാമത്തെ റെസ്യൂമേ എന്ന് പറയുന്നത് എന്തുവാണ്? നാമമാണ്. അപ്പൊ തിരിച്ചാണ് വരേണ്ടത്. ഓപ്ഷൻ ബി വന്നേനെ. വേർബ് ആൻഡ് നൗൺ എന്നായിരുന്നെങ്കിൽ ഓപ്ഷൻ ബി ആയേനെ. പക്ഷെ നൗൺ ആൻഡ് വേർബ് എന്നല്ലേ തന്നേക്കുന്നത്. അതേ ഓർഡറിലെ ആൻസർ നോക്കാം. അതുണ്ടെങ്കിൽ മാത്രമേ ഉത്തരത്തിലേക്ക് എത്താവൂ. അല്ല ജസ്റ്റ് നൗണും വേർബും ഉണ്ടല്ലോ, ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അങ്ങനെയല്ല. ആദ്യത്തെ സെന്റൻസിൽ റെസ്യൂം എന്താണ്? അത് വേർബാണ്. രണ്ടാമത്തെ റെസ്യൂം എന്ന് പറയുന്നത് നൗൺ ആണ്. അങ്ങനെ വേർബ് ആൻഡ് നൗൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് നൺ ഓഫ് ദീസ്, ഒട്ടും പഠിക്കാതെ എഴുതിക്കൊള്ളൂ, നൺ ഓഫ് ദീസ് ആണ് ഉത്തരം. അപ്പൊ ഇവിടുത്തെ എക്സ്പ്ലനേഷൻ എന്തുവാ? ഇവിടെ ആദ്യ വാചകത്തിൽ റെസ്യൂം ക്രിയയായിട്ടും രണ്ടാമത്തെ വാചകത്തിൽ നാമമായിട്ടുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഥാക്രമം റെസ്പെക്റ്റീവ്ലി ക്രിയ നാമം എന്ന് വരണം. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. The students of our school dash given a challenging task yesterday. എസ്റ്റർഡേ എന്ന ടൈമിംഗ് വേർഡ് എവിടെ യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഓപ്ഷനിലോട്ട് നോക്കുക. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ വാസും വേറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേതോ എന്നാണ് ഉത്തരം. ഹാവ് ബീൻ നമുക്ക് അവിടുന്ന് ഒഴിവാക്കാം, നൺ ഓഫ് ദീസും ഒഴിവാക്കാം. വേറോ വാസോ ആണ് ഉത്തരം. വേറാണോ വാസാണോ? നമ്മുടെ സ്കൂളിലെ കുട്ടികൾ, സ്റ്റുഡൻസ്, പ്ലൂറൽ അല്ലേ? പ്ലൂറൽ സബ്ജക്റ്റ് ആവുമ്പോൾ പ്ലൂറൽ വെർബ് വേറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് എസ്റ്റർഡേ, അതായത് എസ്റ്റർഡേ നടന്ന കാര്യമായി സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ ദ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് വേറാണ് ഇവിടെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. ഐ ഹാവ് ഡാഷ് ടെറിബിൾ ഹെഡേക്ക് നൗ ആസ് ഐ കുഡ് നോട്ട് സ്ലീപ് ലാസ്റ്റ് നൈറ്റ്. ചൂസ് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ. ഇവിടില്ലേ ഹെഡേക്കിന്റെ ഫ്രണ്ടില് എ ആണ് ചേർക്കേണ്ടത്. എ ഹെഡേക്ക്. ഹെഡേക്കിനെ ഒരു കൗണ്ടബിൾ നൗൺ ആയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ കണക്കാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം. ഹെഡേക്കിനെ ഒരു കൗണ്ടബിൾ നൗൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് എ ഹെഡേക്ക്, ഗോട്ട് എ ഹെഡേക്ക്, ഹാവ് എ ടെറിബിൾ ഹെഡേക്ക് എന്നൊക്കെയാണ് ഉപയോഗിക്കാനുള്ളത്. ഇവിടെ ഹാവ് എ ടെറിബിൾ ഹെഡേക്ക്. അപ്പൊ എ എന്തുകൊണ്ട് യൂസ് ചെയ്തു? ഹെഡേക്കിനെ കൗണ്ടബിൾ നൗൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എ ചേർക്കേണ്ടത്. ഹാവ് എ ഹെഡേക്ക്, ഗോട്ട് എ ഹെഡേക്ക്, ഹാവ് എ ടെറിബിൾ ഹെഡേക്ക് എന്നൊക്കെയാണ് യൂസ് ചെയ്യാനുള്ളത്. ഓർക്കാം. അടുത്ത ചോദ്യം. Equanimity is one of the qualities desirable for a successful life.
ചൂസ് ദ വേർഡ് വിച്ച് ഇസ് ഇക്വലന്റ് ടു ദ അണ്ടർലൈൻഡ് വേർഡ് അണ്ടർലൈൻഡ്, അതായത് സിനോണിം ആണ് ചോദിച്ചേക്കുന്നത്. ഇക്വാനിമിറ്റി എന്ന് വെച്ചാൽ എന്താണ്? കാംനെസ്, ശാന്തത, കാംനെസ് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഇതിന്റെ ബാക്കി സിനോണിംസ് ഏതൊക്കെയാ? ശാന്തത, സെറിനിറ്റി, SERENITY, SERENITY, സെറിനിറ്റി പറയാം. ട്രാൻക്വിലിറ്റി പറയാം. കാംനെസ്, കമ്പോഷർ, COMPOSURE, കമ്പോഷർ, കാംനെസ്, ട്രാൻക്വിലിറ്റി, സെറിനിറ്റി, ഇതൊക്കെ ശാന്തതയുടെ എന്താണ്? സിനോണിംസ് ആണ്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ജോൺ വാസ് exculpated after a thorough investigation. Select the word which is opposite to the word underlined. Exculpated എന്ന് വെച്ചാൽ excluded, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഒഴിവാക്കുക. എക്സ്ക്ലൂഡഡ്, എക്സ്കൾപ്പേറ്റഡ് എന്നൊക്കെ വെച്ചാൽ എന്താണ്? ഒഴിവാക്കുക എന്നുള്ള മീനിങ് ആണ്. ഒഴിവാക്കുക. അപ്പോൾ ജോണിനെ ഒരു തറവ് ഇൻവെസ്റ്റിഗേഷന് ശേഷം ഒഴിവാക്കി. ഒരു കുറ്റകൃത്യത്തിൽ ചോദ്യം ചെയ്യാൻ എങ്ങനെയാണ് വിളിപ്പിച്ചതായിരിക്കാം. ഒരു തറവ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞപ്പോൾ ജോൺ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കാണും. അപ്പോൾ ജോണിനെ എന്ത് ചെയ്തു? ഒഴിവാക്കി. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? നൺ ഓഫ് ദീസ് ആണ്. അങ്ങനെ ഒരു ഉത്തരം ഇവിടെ ഇല്ല. എക്സ്കൾപ്പേറ്റഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? അതിൽ പിടിച്ചിടുക അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള മീനിങ് അല്ലേ? അക്യൂസ്, കണ്ടം, കോൺഷ്യർ, ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് ആയിരുന്നു വരേണ്ടത്. അപ്പൊ എക്സ്കൾപ്പേറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വരാം? കണ്ടം. CONDEMN എപ്പോഴും ചോദിക്കുന്നതാണ്. CONDEMN, കണ്ടം. അക്യൂസ് സെയിം മീനിങ് ആണ്. അക്യൂസ്, കോൺഷ്യർ, ഇതൊക്കെ എക്സ്കൾപ്പേറ്റഡിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരുന്നു വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, several old buildings were pulled dash to construct new ones before the Olympics. Pulled down means നശിപ്പിക്കുക. കുറെ ഓൾഡ് ബിൽഡിങ്സ് ഒളിമ്പിക്സിന് മുൻപേ ആയിട്ട് നശിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ടു കൺസ്ട്രക്ട് ന്യൂ വൺസ്, പുതിയ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഒളിമ്പിക്സിന് മുന്നോടിയായി കുറെ ഓൾഡ് ബിൽഡിങ്സ് എന്ത് ചെയ്തു? നശിപ്പിച്ചു. അപ്പൊ സെവറൽ ഓൾഡ് ബിൽഡിങ്സ് വെർ പുൾ ഡൗൺ ടു കൺസ്ട്രക്ട് ന്യൂ വൺസ് ബിഫോർ ദ ഒളിമ്പിക്സ്. ഓക്കെ, പുൾ ഡൗൺ ആണ് ഉത്തരം. പുൾ ഡൗൺ എന്ന് വെച്ചാൽ എന്തുവാണ്? നശിപ്പിക്കുക, ഡിസ്ട്രോയ്, ഡിമോളിഷ്, അനിഹിലേറ്റ് എന്നൊക്കെ മീനിങ് ആണ്. എന്തൊക്കെയാണ്? ഡിസ്ട്രോയ്, അതുപോലെ ഡിമോളിഷ്, അനിഹിലേറ്റ്. ഓക്കെ, അപ്പോൾ പുൾ അപ്പ് എന്ന് വെച്ചാൽ എന്താ? അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. പുൾ അപ്പ് എന്ന് വെച്ചാൽ ലിഫ്റ്റ് അപ്വേർഡ്സ് ഓർ വെർട്ടിക്കലി, ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള മീനിങ് ആണ് പുൾ അപ്പ്. ഇവിടെ പുൾ ഓഫ് ഉണ്ടല്ലോ, ഓഫ്. പുൾ ഓഫ് എന്ന് വെച്ചാൽ എന്താ? റിമൂവ് ബൈ പുള്ളിങ്, വലിച്ചു നീക്കുക, അല്ലെങ്കിൽ റിമൂവ് ബൈ പുള്ളിങ്. പുൾ എവേ എന്ന് വെച്ചാൽ മൂവ് എഹെഡ് എന്നുള്ള മീനിങ് ആണ്. എന്താണ്? പുൾ എവേ. അടുത്ത ചോദ്യം ജെൻഡർ ആണ്. ടൈഗർ മസ്കുലിൻ ജെൻഡർ, അതിന്റെ ഫെമിനൈൻ ജെൻഡർ ടൈഗ്രസ്. ഡ്രേക്ക് മസ്കുലിൻ ആണ്, ഡക്ക് ആണ് ഫെമിനൈൻ. അതുപോലെ റാം മസ്കുലിൻ ആണ്, അതിന്റെ ഫെമിനൈൻ ജെൻഡർ എന്തുവാ? ഈവ് എന്നല്ല എഴുതുന്നത്, EWE, വായിക്കുന്നത് യു എന്നാണ് വായിക്കുന്നത് എന്താണ്? യു. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഡാഷ് യു ഇത് എന്ന് വെച്ചാൽ ഡാഷ് EWE എന്ന് തന്നേക്കും, ഡാഷ് യു. അപ്പൊ യു എന്ന് വായിക്കുമ്പോൾ യായിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എ ആണ് അവിടെ ആർട്ടിക്കിൾ ചേർക്കേണ്ടത്. AU. A female sheep is called ewe and a male sheep is called ram. ഓർത്തോണം. അടുത്ത ചോദ്യം, സെലക്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ ഇക്വിലിബ്രിയം, സാക്ലേജിയസ്, 2 വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ റോങ് ആയിട്ടുള്ളത് ഏതാണ്? നൈദർ, ഒന്നുമല്ല, രണ്ടും കറക്റ്റാ. ഇക്വിലിബ്രിയത്തിന്റെ സ്പെല്ലിങ്ങും ഇതാണ്, സാക്ലേജിയസിന്റെ സ്പെല്ലിങ്ങും ഇതാണ്. ഇക്വിലിബ്രിയം EQUILIBRIUM, സാക്ലേജിയസ് SACRILEGIOUS. ത്യാഗപരമായ, സാക്രിഫൈസ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് സാക്ലേജിയസ്, ത്യാഗപരമായ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഹി ഈസ് എ മാൻ ഹു ഈസ് ടു റെഡി ടു ബിലീവ് തിങ്സ്. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്.
ഇസ് ടു റെഡി ടു ബിലീവ് തിങ്സ്. വൺ വേർഡ് എഴുതാൻ വേണ്ടിയിട്ടാ. നൺ ഓഫ് ദീസ് ആണ് ഉത്തരം. നൺ ഓഫ് ദീസ്. അതായത് ഇവിടെ ക്രെഡിബിൾ യൂസ് ചെയ്യണമെങ്കിൽ ഹി ഈസ് എ മാൻ ഹൂ ഈസ് ക്രെഡിബിൾ. ക്രെഡിബിൾ എന്ന് വെച്ചാൽ വിശ്വസിക്കത്തക്ക എന്നുള്ള മീനിങ് ആണ്. വിശ്വസിക്കത്തക്ക. ഇവിടെ വരേണ്ടത് ക്രെഡുലസ് ആയിരുന്നു. ക്രെഡുലസ് എന്ന് വെച്ചാൽ എന്തും വിശ്വസിക്കുന്ന, അതാണ് ഹി ഈസ് ടു റെഡി ടു ബിലീവ് തിങ്സ്. ടു റെഡി. അപ്പൊ എന്തും വിശ്വസിക്കുന്ന, ക്രെഡുലസ് എന്നുള്ള മീനിങ് ആയിരുന്നു ഇവിടെ വരേണ്ടത്. ക്രെഡിബിൾ എന്ന് വെച്ചാൽ ബിലീവബിൾ, വിശ്വസിക്കത്തക്ക എന്നുള്ള മീനിങ് ആണ്. ഹാഡ് ഹി ബീൻ ഇനോക്കുലേറ്റഡ്, ഇഫക്റ്റ് ഓഫ് ദ ഡിസീസ് ഡാഷ് മൈൽഡർ ഓൺ ഹിം. ഇവിടെ എന്താ? ഇവിടെ ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് കണ്ടീഷണൽ ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വരുന്ന ഫോം, അതായത് മൂന്നാമത്തെ കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇഫ് ഇവിടെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി ഹാഡ് പ്ലസ് ബീൻ, ഹാഡ് പ്ലസ് V3 വന്നാൽ അത് മൂന്നാമത്തെ കണ്ടീഷൻ ആണ് ഇഫ് ക്ലോസിന്റെ. അപ്പൊ ഹാഡ് പ്ലസ് V3 വന്ന ഇഫ് ക്ലോസിൽ എന്തോ വരണം? വുഡ് ഹാവ് പ്ലസ് V3, കുഡ് ഹാവ് പ്ലസ് V3, മൈറ്റ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നേരെ ഓപ്ഷനിലേക്ക് നോക്കുക. അപ്പോൾ ഓപ്ഷനിൽ വുഡ് ഹാവ് പ്ലസ് V3 ഉണ്ടെങ്കിൽ തിരിച്ചു നോക്കുക, ഹാഡ് പ്ലസ് ബീൻ അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അപ്പൊ അതാണ് ഉത്തരം. വുഡ് ഹാവ് ബീൻ. വുഡ് ഹാവ് ബീൻ ആണ് ആൻസർ. അടുത്ത ചോദ്യം. അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ് ദെയർ ഡിന്നർ. ഐഡന്റിഫൈ ദ റോങ് പാർട്ട്. അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ് ദെയർ ഡിന്നർ. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നോ, ദിസ് ഈസ് എ കറക്റ്റ് സെന്റൻസ്. അതായത് അവർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. പ്ലൂറൽ വെർബായ ഹാവ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഹാഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് യൂസ് ചെയ്യുന്നപ്പം എപ്പോഴും പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ്. അതായത് ഹാവ് പ്ലസ് V3 വന്നിട്ടില്ലേ? ഹാവ് പ്ലസ് V3, ഹാവിന്റെ V3 ഫോം അല്ലേ ഹാഡ്. അപ്പൊ എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, ദിസ് ഈസ് എ കറക്റ്റ് സെന്റൻസ് ആണ് ആൻസർ. അടുത്ത ചോദ്യം 82. ഹി ഹാസ് സ്കെയർസ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്ക്. ഹി ഹാസ് സ്കെയർസ്ലി. ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട റൂൾ എന്താ? സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം സ്കെയർസ്ലി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് ആണ്. സെൽഡം, റെയർലി, ബെയർലി, സ്കെയർസ്ലി, ലിറ്റിൽ, നെവർ, ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് വേർഡ്സ് ആണ്. ആ നെഗറ്റീവ് വേർഡ്സ് സെന്റൻസിലാണെങ്കിൽ ആ സെന്റൻസും എന്തായി പോവും? നെഗറ്റീവ് ആയി പോവും. അപ്പോൾ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഓപ്ഷനിലേക്ക് നോക്കുക, എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാനുണ്ടോ? എല്ലാ ടാഗും പോസിറ്റീവാണ് തന്നേക്കുന്നത്, ഒന്നും എലിമിനേറ്റ് ചെയ്യാനില്ല. ഇനി ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ വേണ്ടി ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ലേ? ഹി ഹാസ്. ഹാസ് ആണ് ഓക്സിലറി വെർബ്. അപ്പൊ ഹാസ് ഹി ആണ് ആൻസർ. ഹാസ് ഹി. ഓക്കെ, അടുത്ത ചോദ്യം. ജോൺ ഡാഷ് ലൈ ഡൗൺ ഓൺ ദ ബെഡ്. അപ്പൊ ലൈയുടെ ഫോം ആണ് എഴുതാനുള്ളത്. ലൈഡ് ആണോ, ലേ ആണോ, ലെയ്ഡ് ആണോ എന്ന് എഴുതണം. അപ്പൊ ജോൺ ലഞ്ച് കഴിഞ്ഞ് കുറച്ചു നേരം ബെഡിൽ കിടന്നു എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ആണ്. അപ്പോൾ ഈ ലൈ എന്ന് വെച്ചാൽ കിടക്കുക എന്നുള്ളതിന്റെ പാസ്റ്റ് ഏതാണ്? ലേ ആണ്. ലൈ കിടക്കുക, ലേ കിടന്നു. ലെയിൻ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V3 ഫോം ഏതാണ്? ലെയിൻ. LAIN. ലെയിൻ ആണ് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പിന്നെ ലൈഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? കള്ളം പറയുക എന്നുള്ള മീനിങ്ങിൽ ലൈ യൂസ് ചെയ്യാറില്ലേ? ലൈ എന്ന് വെച്ചാൽ കള്ളം പറയുക. അപ്പൊ അതിന്റെ പാസ്റ്റ് ഫോം ലൈഡ്, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൈഡ് തന്നെയാണ്. ഇനി ലേ, LAY, ലേ, വെക്കുക എന്നുള്ള മീനിങ് ഉണ്ട്. ലേ, വെക്കുക. അതിന്റെ പാസ്റ്റ് ഫോം ലെയ്ഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ലെയ്ഡ്. ഒന്നുകൂടെ പറയാം. ലൈ എന്ന് വെച്ചാൽ കിടക്കുക എന്നുള്ള മീനിങ് ആണെങ്കിൽ അതിന്റെ പാസ്റ്റ് ഫോം ലേ ആണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ലെയിൻ ആണ്. ഇനി ലൈ എന്ന് പറയുന്ന കള്ളം പറയുക എന്ന അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അതിന്റെ പാസ്റ്റ് ലൈഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ലൈഡ്. ലേ എന്നുള്ളത് ഇടുക അല്ലെങ്കിൽ വെക്കുക എന്നുള്ള മീനിങ്ങിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പാസ്റ്റ് ലെയ്ഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലെയ്ഡ് തന്നെയാണ്. ഓർത്തോണം. അടുത്ത ചോദ്യം. ഹെലൻ ഈസ് ദ സോൾട്ട് ഓഫ് ദ എർത്ത്. മീൻസ് ഹെലൻ ഈസ് സോൾട്ട് ഓഫ് ദ എർത്ത് എന്ന് വെച്ചാൽ ഓണസ്റ്റ് എന്നാണ് മീനിങ്. സോൾട്ട് ഓഫ് ദ എർത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഓണസ്റ്റ് എന്നാണ് മീനിങ്. ഓർക്കുക. അടുത്ത ചോദ്യം. ചൂസ് അനദർ അഡ്ജക്റ്റീവ് ഡിറൈവ്ഡ് ഫ്രം പ്യുവർ. പ്യുവറിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റിയ അനദർ അഡ്ജക്റ്റീവ് ഏതാ? ഇംപ്യുവർ ആണ്. ഇംപ്യുവർ. അതായത് ഇം യൂസ് ചെയ്ത് പ്യുവറിന്റെ ഓപ്പോസിറ്റ് മേക്ക് ചെയ്തു. പക്ഷെ അത് ഒരു അഡ്ജക്റ്റീവ് തന്നെയാണ്. അത് നല്ല പ്യുവർ ആണ്, മറ്റേത് ഇംപ്യുവർ ആണ് എന്നുള്ള മീനിങ് ആണ്. അടുത്ത ചോദ്യം.
John became the de facto ruler of England. The underlined word means de facto എന്ന് വെച്ചാൽ എന്തുവാ? ആക്ച്വൽ ആണ്. de facto എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആക്ച്വൽ റൂളർ. ജോൺ ബിക്കെയിം ദ ആക്ച്വൽ റൂളർ ഓഫ് ഇംഗ്ലണ്ട്. ഓർക്കാം. അടുത്ത ചോദ്യം, ദ മെഡിസിൻ വാസ് പ്രിസ്ക്രൈബ്ഡ് 2 years ago. 2 years ago. പ്രിസ്ക്രൈബ് എന്ന് വെച്ചാൽ നിരോധിക്കുക. 2 വർഷം മുന്നേ ഈ മെഡിസിൻ നിരോധിച്ചതാണ്. അപ്പോൾ നിരോധിക്കുക എന്നുള്ള മീനിങ് ആണ് ഫോർബിഡൻ. നിരോധിക്കുക, ഫോർബിഡൻ, ഡിസ്അലോ, പ്രൊഹിബിറ്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ് ഫോർബിഡൻ. അടുത്ത ചോദ്യം, പ്ലീസ് ഇൻസിസ്റ്റ് ഡാഷ് ദ ബിൽ when you make purchases in this supermarket. Choose the suitable preposition. ഇവിടെ none of these ആണ് യൂസ് ചെയ്യാനുള്ളത്. ഇൻസിസ്റ്റിന്റെ കൂടെ ഓൺ യൂസ് ചെയ്യാം നമുക്ക്. ഇൻസിസ്റ്റിന്റെ കൂടെ ഓൺ എ പോയിന്റ്, ഓൺ ദ ബിൽ, അങ്ങനെ ഓൺ ആണ് യൂസ് ചെയ്യാനുള്ളത്. ഇവിടെ ഓൺ ഇല്ലല്ലോ, നൺ ഓഫ് ദീസ് ആണ് അപ്പോൾ ആൻസർ. അടുത്ത ചോദ്യം, ഓൾ സ്കൂൾസ് ഡാഷ് ഡിസ്ഇൻഫെക്റ്റന്റിന്റെ ഫോം ആണ് യൂസ് ചെയ്യാനുള്ളത്. ടുഡേ ഇൻ പ്രിപ്പറേഷൻ ഫോർ ടുമോറോസ് റീഓപ്പണിംഗ്. നാളത്തെ റീഓപ്പണിംഗിൽ എന്ത് ചെയ്യണം? ഓൾ സ്കൂൾസ് ഡാഷ് ഇൻ പ്രിപ്പറേഷൻ ഫോർ ടുമോറോസ് റീഓപ്പണിംഗ്. ഇതെന്ന് പറയുന്ന ഒരു ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആണ്. നമുക്ക് ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഉത്തരം കിട്ടും. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദ സ്കൂൾസിനാണ്. ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ ഇത് പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൽ തന്നേക്കുന്നത് ആർ ബീയിങ് ഡിസ്ഇൻഫെക്റ്റഡ് ആണ്. അതായത് ഇവിടെ സ്കൂളിനെ അണുനശീകരണം ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്. അതുകൊണ്ട് പാസീവ് ഫോമിലുള്ള പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ആർ ബീയിങ് ഡിസ്ഇൻഫെക്റ്റഡ്. ഓൾ സ്കൂൾസ്, ഒന്നിലധികം സ്കൂളിന്റെ കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് ആർ യൂസ് ചെയ്തു. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസിലുള്ള പാസീവ് ഫോം ആയതുകൊണ്ട് ആർ ബീയിങ് പ്ലസ് V3. അടുത്ത ചോദ്യം, ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലൊക്കെ ആകാൻ വേണ്ടിയിട്ടാ. ഡയറക്റ്റ് സ്പീച്ചിൽ തന്നേക്കുന്ന ഹെലൻ, വെൻ വിൽ യു അറൈവ് ഹിയർ ടുമോറോ? ജോൺ സെഡ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹെലനോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എങ്ങനെയാ? ജോൺ ആസ്ഡ് ഹെലൻ. ഇവിടെ കണക്റ്റീവ് വേർഡായിട്ട് വെൻ തന്നെ യൂസ് ചെയ്യാം. റിപ്പോർട്ടിംഗ് വേർഡായിട്ട് ആസ്ഡ്. സെഡ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആസ്ഡ്, ചോദ്യം ആയതുകൊണ്ട്. എന്താ ചോദിച്ചേ? വിൽ യു അറൈവ് ഹിയർ ടുമോറോ? വിൽ യു അറൈവ് എന്ന് വെച്ചാൽ ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ചോദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദ്യമായിട്ടല്ല വരേണ്ടത്, ഒരു സെന്റൻസ് പോലെയാണ് വരേണ്ടത്. ഈ 2 ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്തൂടെ? അതായത് എയും സിയും ഇത് രണ്ടും ചോദ്യം ചോദിക്കുന്ന പോലെയല്ലേ? വെൻ വിൽ ഷീ അറൈവ്, വുഡ് ഷീ അറൈവ്, അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ആവരുത്. നമ്മൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെന്റൻസ് ആവണം. അതായത് വെൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കണക്റ്റീവ് വേർഡ് കഴിഞ്ഞിട്ട്, ഇവിടെ കണക്റ്റീവ് വേർഡായിട്ട് ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് വേണം എഴുതാൻ. സബ്ജക്റ്റ് എഴുതിയേക്കുന്ന ഓപ്ഷൻ ബി ആണ്. ഷീ വുഡ് അറൈവ് ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. ഞാൻ കമന്റ്സ് എല്ലാം നോക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്തേക്കണേ. ഈ 10th മെയിൻസിന്റെ 100 days ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്